വയനാട്ടിലുണ്ട്. വയനാട്ടിൽ എന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ പുറകെ കാണുന്ന റൂമുണ്ടല്ലേ, അത് മാസ വാടകയ്ക്ക് എടുത്ത്. പാലക്കാടുണ്ട്, അതുകൂടാതെ വയനാട്ടിലിപ്പോൾ എന്താ പറയുക സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ പുറകെ കാണുന്ന മല മുട്ടിൽ മല എന്ന് പറയും. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് കൽപ്പറ്റ. ഇത് എടപ്പട്ടി എന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്നൊരു കിലോമീറ്റർ മാറിക്കുക മുട്ടിൽ. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് 97-98 കാലഘട്ടത്തിലാണ്. അതും ഒരു രസകരമായിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട്. അതിനുശേഷം 2000 മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. മുട്ടിലാണ് വന്നത്. മുട്ടിൽ ശ്രീകാന്തിൻ്റെ വീട്ടിൽ ഒരു 4-5 ദിവസം നിന്നിട്ടാണ് പോയത്. ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആദിവാസികളെ പിടിച്ചു വെച്ച ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പിടിച്ചു വെച്ചതാണ് സമരഭൂമി കയറിയതിന്. അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഞാൻ കാണിച്ചതുമാണ്. ഇതിലും കാണിക്കാം. അപ്പോൾ വയനാട്ടിൽ വിശേഷം ഉണ്ടാവും. എൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചർച്ച് ഉണ്ട്. പിന്നെ അത് ഹൈവേ ആണ്. ആ പോണത് ഹൈവേ ആണ്. അവിടെ നിന്ന് നേരെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകാം. ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് മുട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു ചേച്ചിനെ കണ്ടത്. ഏതായാലും ചേച്ചിയുടെ വീട് ആദ്യത്തെ തന്നെ, അതായത് വയനാട്ടിലെ ആദ്യത്തെ വിശേഷം ചേച്ചിയുടെ ആയിട്ടാണ്. കുറേ നാളായി വയനാട് വന്നിട്ട്. അപ്പോൾ വയനാട്ടിലെ ആദ്യത്തെ വിശേഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. പാറക്കൽ, അതായത് വയനാട് പാറക്കൽ. ഇത് എത്രയാണ് പാക്കറ്റിന് വില വന്ന്? എത്ര? 100 രൂപ. എത്ര മണിക്ക് തുടങ്ങും? രാവിലെ 10 മണിക്ക്. 10 മണിക്ക് വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും? ഓക്കെ. മുട്ടിൽ നിന്ന് നടന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഈ പള്ളി കാണുന്നത്. ഇത് റൂം എത്തനേക്ക് മുമ്പുള്ള മുസ്ലിം പള്ളിയാണ്. അങ്ങനെ നിരവധി കാഴ്ചകളുണ്ട് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ. ഈ മുട്ടിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പോയതാണ്. അവിടുത്തെ രസകരമായിട്ടുള്ള കുറേ വിശേഷങ്ങളുണ്ട്. വരും ദിവസങ്ങളിൽ പതുക്കെ ആയിട്ട് നിങ്ങളായിട്ട് പങ്കുവെക്കാം. മറ്റേ വീഡിയോയുമായി വീണ്ടും വരും. അത് നമസ്കാരം.